ഈ കീരിയും പാമ്പും തമ്മിലുള്ള ശത്രുത എത്രത്തോളമാണോ അത്രയും, അല്ലെങ്കിൽ അതിനപ്പുറമാണ് കമ്മ്യൂണിസ്റ്റുകളും സംഘപരിവാറുകാരും തമ്മിലുള്ള ശത്രുതയുടെ ആഴം എന്ന് പറയുന്നത്. അത് നമുക്ക് താഴെ തട്ടിൽ തന്നെ വ്യക്തമായിട്ട് കാണാനും സാധിക്കും. എന്തിനേറെ പറയുന്നു, വിവാഹ വീടുകളിലോ അല്ലെങ്കിൽ മരണ വീടുകളിലോ വെച്ച് കണ്ടാൽ പോലും ഈ RSS പ്രവർത്തകരുടെയും അതുപോലെ തന്നെ BJP പ്രവർത്തകരുടെയും മുന്നിൽ മുഖം തിരിക്കുന്നവരാണ് CPM പ്രവർത്തകര്. മുസ്ലിം ലീഗുകാർ പോലും ഇത്തരമൊരു അസഹിഷ്ണുതാ മനോഭാവം RSSകാരോട് എന്തായാലും കാട്ടിയില്ല. കേരളത്തില് ഏറ്റവും അധികം രാഷ്ട്രീയ ഏറ്റുമുട്ടലുകളും കൊലപാതകങ്ങളും നടന്നതും സംഘപരിവാർ പ്രവർത്തകരും അതുപോലെ തന്നെ CPM പ്രവർത്തകരും തമ്മിലാണ്. ഇപ്പൊ കേരളത്തിൽ അത്തരം രാഷ്ട്രീയ ഏറ്റുമുട്ടലുകൾ നടക്കാത്തത് പിണറായി വിജയൻ കേരളം ഭരിക്കുന്നത് കൊണ്ട് മാത്രമാണ്, അല്ലെങ്കിൽ അതുകൊണ്ടാണ്. അതല്ലാതെ മോദി കേന്ദ്രം ഭരിക്കുന്നത് കൊണ്ടല്ലെന്നതാണ് എന്റെ ഒരു ടേക്ക്. ഇപ്പൊ പൊതുവെ CPM ഉൾപ്പെടെയുള്ള എല്ലാ പാർട്ടികളുടെയും നേതാക്കള് പെരുമാറുന്ന ശൈലിയിലല്ല സാധാരണ CPM പ്രവർത്തകര് രാഷ്ട്രീയ എതിരാളികളോട് പെരുമാറാറുള്ളത് എന്നതറിയാമല്ലോ. അതിൽ തന്നെ ഈ RSSകാരോടും അതുപോലെ തന്നെ BJPക്കാരോടുമാണ് ശരിക്കും അവർ കൂടുതൽ കടുപ്പിക്കാറുള്ളത്. ഇത്തരം ഒരു അവസ്ഥയ്ക്ക് ഇപ്പോഴും താഴെത്തട്ടിൽ ഒരു മാറ്റം വരാത്ത സ്ഥിതിക്ക് ഈ കോൺഗ്രസ് അധികാരത്തിൽ വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ BJPയും അതുപോലെ തന്നെ RSSും ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യുമെന്ന് ആരെങ്കിലും പറഞ്ഞാല് അത് ഏറ്റവും വലിയ തമാശയായിട്ട് മാത്രമേ അത് വിലയിരുത്താനായിട്ട് കഴിയുള്ളൂ.